അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു സാമൂഹികമായ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയതയ്ക്കെതിരെ മതേതര മുന്നേറ്റം, ജനജാഗ്രതാ സദസ്സ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സിൽ ആധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട ഉമർ അത്തോളി, ഇവിടെ സംസാരിക്കാനിരിക്കുന്ന മതേതര കക്ഷികളുടെ ഐക്യം, തത്വവും പ്രയോഗവും എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റി സംസാരിക്കാനിരിക്കുന്ന CPIM കോഴിക്കോട് സെക്രട്ടറി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പി മോഹനൻ മാസ്റ്റർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ പ്രിയപ്പെട്ട റഷീദ് കുട്ടമ്പൂർ, VT ബഷീർ, പ്രിയപ്പെട്ട K സജ്ജാദ് സാഹിബ്, ഷംസീർ മുക്കം, അബ്ദുറഹ്മാൻ, ഇവിടെ വേദിയിലെന്ന പോലെ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒട്ടേറെ പ്രധാനപ്പെട്ട സാമൂഹിക സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തെ, സമൂഹത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും ഈ സംഘടന അതിൻ്റെ പരിഹാരാർത്ഥമുള്ള പരിശ്രമങ്ങളിൽ അതിൻ്റെ പങ്കാളിത്തം പ്രകടമാക്കുകയുണ്ടായി. രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ, സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിസ്ഡം പോലുള്ള സംഘടനകൾ ഇടപെടുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമല്ല, വളരെ അനിവാര്യവും കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, ഇപ്പോഴത്തെ വെല്ലുവിളികൾ വളരെ സമഗ്ര സ്വഭാവമുള്ളതാണ്. എല്ലാ വിഭാഗങ്ങളുടെയും ഐക്യനിരയിലൂടെ ചെറുത്ത് നിന്ന് പരാജയപ്പെടുത്തേണ്ട ഒന്നാണ്. ആ ചെറുത്തുനിൽപ്പിന് കരുത്ത് പകരാൻ ഉപകരിക്കുന്ന ഒരു ചർച്ചയാണ് ഇന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് വിസ്ഡം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ശുഭോദർക്കമാണ്, ശ്ലാഘനീയവും സ്വാഗതാർഹവുമാണ്. രാജ്യത്തെ മുഴുവൻ മതേതര മനസ്സ് കാത്തിരിക്കുന്നത് ഇതുപോലുള്ള നീക്കങ്ങളാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ, വിശദാംശങ്ങളിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കിടയിൽ, നയപരിപാടികളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, സ്വാഭാവികമാണ്. പക്ഷെ പൊതുവായ ഒരു വലിയ ഭീഷണിയുടെ മുമ്പിൽ അത്തരം അഭിപ്രായാന്തരങ്ങൾ വളരെ നിസ്സാരവും വളരെ ദുർബലവുമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പൊതുവേദി ആവശ്യപ്പെടുന്ന ഒന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് മതേതരത്വത്തിൻ്റെ പൊതുവേദിയാണ്, ഫാഷിസ്റ്റ് വർഗീയ വിരുദ്ധ പൊതുവേദിയാണ്. എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു ചേർന്ന് ഒറ്റ മനസ്സോടുകൂടി രാജ്യത്ത് ഒരു പുതിയ ഐക്യനിര പടുത്തുയർത്തേണ്ടതുണ്ട്. വിശേഷിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എത്ര പ്രധാനമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്ത്യ ശക്തമായ ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു ദുസ്ഥിതി നമ്മുടെ രാജ്യത്ത് വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുസ്ഥിതി കടന്നു വന്നത് ജനാധിപത്യത്തിൻ്റെ കവാടത്തിലൂടെയാണ്. പൂർണ്ണമായൊരു ജനാധിപത്യമൊന്നും അല്ല എങ്കിൽ പോലും
അല്ല എങ്കിൽ പോലും എന്ന് പറയാൻ കാരണം ഇന്ത്യൻ ജനതയുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി വന്ന ഒരു വ്യവസ്ഥിതി അല്ല അത്. വോട്ടിൻ്റെ എണ്ണവും ശതമാനവും ഒക്കെ പരിശോധിച്ചാൽ ജനാധിപത്യത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് അത് അനാവരണം ചെയ്യുക. അതായത് ജനാധിപത്യത്തിൽ ചിലപ്പോൾ ന്യൂനപക്ഷവും ജയിച്ചു വരും, എണ്ണത്തിൽ കുറഞ്ഞവരും ചിലപ്പോൾ ജയിച്ചു വരും. ഭൂരിപക്ഷം വിഘടിച്ചു നിന്നാൽ, ഭൂരിപക്ഷം പല തട്ടുകളിലായി പോയാൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമായിരിക്കും ജയിച്ചു വരിക. അങ്ങനെയാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ എത്തിയിട്ടുള്ളതെന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം. 50% 40 പോലും ശതമാനത്തിൻ്റെ താഴെ വോട്ട് നേടുന്നവർക്കും ചിലപ്പോൾ അധികാരം കിട്ടിയെന്ന് വന്നേക്കുമെന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ദൗർബല്യമായോ ശക്തിയായോ ഒക്കെ പരിഗണിക്കാം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ, ഇങ്ങനെ ഒരു പഴുത് ഡെമോക്രസിക്കുണ്ടെന്നും ഭൂരിപക്ഷം വരുന്ന ആളുകൾ വിഘടിച്ച് പല പല തട്ടുകളിലായി പോയാൽ അത് ന്യൂനപക്ഷമായി നിൽക്കുന്ന നെഗറ്റീവ് ഫോഴ്സസിന്, നിഷേധാത്മക വിപരീതാത്മക ശക്തികൾക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കി കൊടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അണിചേരാനും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഐക്യവേദികയിൽ ഒന്നിച്ചു നിൽക്കുവാനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്തിടത്തോളം കാലം ഈ മാതിരിയുള്ള അപകടങ്ങൾ ആവർത്തിക്കും. അതുകൊണ്ട് ആ ഒരു അപകടം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പുതിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും ആശയപരവുമായിട്ടുള്ള ഒട്ടേറെ സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം ആ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, അതിലൊട്ടും നമ്മൾ പിറകിൽ പോയിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം രാജ്യത്ത് വിപുലമായ സംവാദങ്ങൾ ഈ വിഷയത്തിൽ നടന്നു. ആരോഗ്യകരമായ ജനാധിപത്യപരമായ സംവാദങ്ങൾ നടന്നു. ആ സംവാദത്തിന് കാരണം ഇന്ത്യയുടെ മതേതര മനസ്സാണ്. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തമായ ഒരു മതേതരത്വത്തിൽ പ്രതിഷ്ഠാപിതമാണ് ഇന്ത്യയുടെ സാമൂഹികാവസ്ഥ, ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം, രാജ്യത്തിൻ്റെ ഘടനാവിശേഷം എന്നൊക്കെയുള്ളത് ആർക്കും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പണ്ട് കാലം മുതൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ശക്തികളാണ് അടുത്ത കാലത്ത് തലപൊക്കിയത്. നേരത്തെ അതിനങ്ങനെ തലപൊക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചരിത്രത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രത്തെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാനും ഇതിനെ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ദുസ്ഥിതി പരിഹരിക്കണമെങ്കിലും നാം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ ദുസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അതിനെ സാമാന്യമായിട്ട്, സമഗ്രമായിട്ട്, സൂക്ഷ്മമായിട്ട് ഗ്രഹിക്കണമെങ്കിലും നാം ചരിത്രത്തിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടെ എപ്പോഴും ഫാഷിസം ചരിത്രത്തെയാണ് ദുരുപയോഗപ്പെടുത്തുന്നത്. പട്ടേലിൻ്റെ പ്രതിമ ഒരു യാദൃച്ഛികമായ സംഭവമല്ല, അത് ചരിത്രത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഒന്നാന്തരം തെളിവാണ്. കേരളത്തിലൊരു പ്രളയമുണ്ടായിട്ട് ഇവിടുത്തെ മനുഷ്യർ പ്രാണന് വേണ്ടിയിട്ട് വിഷമിച്ച് വീടുകൾ തകർക്കപ്പെട്ടപ്പോൾ, അവർ കൈനീട്ടിയപ്പോൾ അവർക്ക് കൊടുക്കാൻ മാത്രം കാശില്ലാത്തവർ അതിനേക്കാൾ വലിയ തുക ഒരു പ്രതിമക്ക് മുടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആളുകൾ ചരിത്രത്തെ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു, അവർ എത്രമാത്രം ചരിത്രത്തിൻ്റെ ദുരുപയോഗത്തെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ഇന്ത്യയിലെ മതേതരവാദികൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു ഗൗരവം അതിനൊന്നും കിട്ടിയില്ല എന്നുള്ളത് ഖേദത്തോടു കൂടി പറയേണ്ടി വരും. ചരിത്രപരമായിട്ട് അത്തരം മുദ്രകൾ അവർക്ക് ചേരുമോ എന്നുള്ള ചർച്ചയിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. പട്ടേൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ ചില കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്ന് വെച്ച് ഈ പ്രതിമ ഉണ്ടാക്കിയ കൂട്ടരുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തെ ഒരു നിലയിലും പട്ടേൽ അംഗീകരിച്ചിട്ടില്ല. പട്ടേൽ അവരെ നിരോധിക്കാൻ കോപ്പുകൂട്ടിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അന്ന് തന്നെ ഈ വക വെല്ലുവിളികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തുടർച്ചയാണല്ലോ പിന്നീട് സംഭവിച്ചത്. പക്ഷെ എന്നാലും അവർ പട്ടേലിനെ പോലുള്ള വ്യക്തികളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മർമ്മമുണ്ട്. അത് ചരിത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ചരിത്രത്തെ ആയുധമാക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ വേണം അതിനെ തിരിച്ചടി നൽകാൻ. ഇന്ത്യയുടെ ചരിത്രം അസഹിഷ്ണുതയുടെ ചരിത്രമല്ല. ഇന്ത്യയുടെ ചരിത്രം ഏറ്റുമുട്ടലുകളുടെ ചരിത്രമല്ല. ഇന്ത്യയുടെ ചരിത്രം ബഹുസ്വരതയുടെ ചരിത്രമാണ്. സാംസ്കാരികമായ ബഹുസ്വരതയുടെ, ആശയപരമായ സമന്വയങ്ങളുടെ, കൂട്ടായ്മയുടെ, സഹിഷ്ണുതയുടെ, സന്മനോഭാവത്തിൻ്റെ ഒക്കെ ചരിത്രമാണ്. മതപരമായ വൈവിധ്യത്തെ ഉൾക്കൊണ്ടും ഒരേ രാജ്യം ഒരേ ജനത എന്ന നിലയിൽ നിന്ന് പോന്നതാണ് ഇന്ത്യക്കാരുടെ പൂർവ്വകാല ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പട്ടേലിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, പട്ടേൽ എന്നല്ല ആരും തന്നെ ഇത്തരം തത്വശാസ്ത്രങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അല്പസ്വല്പം പട്ടേലിന് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. ജനുവരി 30 വരാൻ പോവുകയാണ്. ഇന്ന് വിസ്ഡം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് 28ആണ്. മറ്റന്നാൾ ജനുവരി 30ആണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ദിനമാണ്. ആ ദിവസം ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്തത്, ആ ദിവസത്തിന് ഇതിനോടൊക്കെ ബന്ധമുണ്ട്. ആരാണ് ഗാന്ധിഹത്യ നിർവഹിച്ചത്, അതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സ്നേഹവും കവർന്ന ഗാന്ധിജിക്ക് സ്വാഭാവികമായ ഒരു നിര്യാണത്തിലേക്ക് പോകേണ്ട ഗാന്ധിജി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ക്രൂരമായിട്ട് തൻ്റെ രാജ്യത്ത് തൻ്റെ പ്രാർത്ഥനാ സദസ്സിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ, അനുയായികളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ജനത മുഴുവൻ സ്നേഹിച്ച ബാപ്പുജി എന്നവർ സ്നേഹത്തോടെ വിളിച്ച ഗാന്ധിജി എന്തുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള ചർച്ച മറ്റന്നാൾ വീണ്ടും നടക്കും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ്. ജനുവരി 30 ഓരോ തവണ വരുമ്പോഴും വീണ്ടും ആ ദുഃഖത്തിൻ്റെ ഓർമ്മ, ദുഃഖത്തിൻ്റെ മാത്രമല്ല അമർഷത്തിൻ്റെ, ആ ശക്തികളോടുള്ള അമർഷത്തിൻ്റെ അത് ആവർത്തിക്കും. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, തൽക്കാലം ജനുവരി 30 വന്നപ്പോൾ ഞാൻ സാന്ദർഭികമായി ഓർത്തു എന്ന് മാത്രം. ഗാന്ധിജി പ്രാർത്ഥനാ സദസ്സിലേക്ക് വരാൻ വൈകിയ ഒരു ദിവസമായിരുന്നു ജനുവരി 30. സാധാരണഗതിയിൽ സമയനിഷ്ഠ പാലിക്കുന്നതിൽ വളരെ വലിയ സൂക്ഷ്മതയായിരുന്നു ഗാന്ധിജിക്ക് എന്നുള്ളത് വളരെ സുവിദിതമായിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജിയുടെ അരയിലാണ് അദ്ദേഹത്തിൻ്റെ വാച്ച് തൂക്കിയിട്ടിരുന്നത്. അത് നോക്കിയിട്ട് നിശ്ചയിച്ചുകൊണ്ടാണ് ഏത് പരിപാടിയും നടത്തുകയുണ്ടായത്. സമയം ഒരു നിമിഷം പാഴാക്കുന്നത് ഗാന്ധിജിക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല. ആ ഗാന്ധിജി അന്ന് പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് വരാൻ ആളുകൾ കാത്തു നിന്നിട്ടും വളരെ വൈകി. 1-2 തവണ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പോയിട്ട് ഓർമ്മപ്പെടുത്തി, ബാപ്പു ആളുകൾ കാത്തു നിൽക്കുന്നു, സമയം വൈകുന്നു, എന്താണ് അങ്ങോട്ട് വരാത്തത്? അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ചരിത്രത്തിന് അറിയാത്ത ഒരു സംഭാഷണത്തിലായിരുന്നു ആ സമയത്ത് മഹാത്മാഗാന്ധി. പട്ടേലുമായി അടച്ചിട്ട മുറിയിൽ ഗാന്ധിജി സംസാരിക്കുകയായിരുന്നു, തർക്കിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനുമുമ്പ് പട്ടേലുമായിട്ട് പലപ്പോഴും ചെറിയ ചെറിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഡൽഹിയിൽ വേട്ടയാടപ്പെടുന്നുവല്ലോ, മുസ്ലിങ്ങൾ, ന്യൂനപക്ഷം എന്നുള്ളത് ഞാൻ പറയേണ്ട വാക്കാണ്, ഗാന്ധിജി മുസ്ലിങ്ങൾ എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ ഡൽഹിയിൽ വേട്ടയാടപ്പെടുന്നുവല്ലോ എന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ അങ്ങനൊന്നുമില്ല എന്ന് ആഭ്യന്തരമന്ത്രി പട്ടേൽ മറുപടി പറയുമ്പോൾ, എൻ്റെ മൂക്കിൻ്റെ താഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം എന്നാണ് പട്ടേലിന് ഗാന്ധിജി അന്ന് നൽകിയ മറുപടി. അത് നേരത്തെ നടന്ന ചർച്ചയാണ്. അപ്പോൾ ജനുവരി 30 പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് വരാൻ വരെ ഗാന്ധിജി വൈകിയത് ഈ മാതിരി പ്രശ്നങ്ങൾ അന്ന് തന്നെ തലപൊക്കാൻ തുടങ്ങിയിരുന്നു എന്നതിൻ്റെ സൂചനയാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നിട്ടും 10-50 കൊല്ലക്കാലം ആ വെല്ലുവിളിയെ അടക്കി നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മതേതരവാദികളുടെ വിജയമാണ്, മതേതര രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് പറയുന്നതുകൊണ്ട് പറയുകയാണ്, അതൊരു വ്യക്തിയുടെ വിജയമാണെങ്കിൽ അത് നെഹ്റുവിൻ്റെ വിജയമാണ്. മറ്റേതൊക്കെ രീതിയിൽ വിമർശിക്കണം ആർക്ക് ഉന്നയിച്ചാലും ജവഹർലാൽ നെഹ്റു ഒരു ഒറ്റയാൾ പട്ടാളമായി ആ പോരാട്ടത്തിന് നൽകിയിട്ടുള്ള നേതൃത്വവും അതിൽ വഹിച്ചിട്ടുള്ള പങ്കും ചരിത്രപരമാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് നെഹ്റു വളരെയേറെ അവഗണിക്കപ്പെടുന്നത്. അത്തരം ആളുകളുടെ മുമ്പിൽ നെഹ്റുവിനോടാണ് ഏറ്റവും വലിയ വിരോധം എന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമാണ്. ചരിത്രം പഠിക്കുന്നവർ പറയുന്ന, ചരിത്രത്തിൽ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ചരിത്രം സ്വയം ആവർത്തിക്കുന്നു. വളരെ ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ചരിത്രം സ്വയം ആവർത്തിക്കുന്നു. ചരിത്രം ഒരു 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 സംക്രമണം പോലെയാണ്. ചരിത്രം ഒരു ചംക്രമണം പോലെയുമാണ്. ചരിത്രം
ഒരിക്കൽ വന്ന സംഭവം മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ, മറ്റൊരു കോണ്ടെക്സ്റ്റിൽ, മറ്റൊരു സന്ദർഭത്തിൽ, ചരിത്രം മറ്റൊരു ഭാവത്തിൽ, രൂപത്തിൽ അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഇങ്ങനെ നേരത്തെയും സംഭവിച്ചു കാണും. ചരിത്രം മറ്റൊരിടത്ത്, ചരിത്രം മറ്റൊരു ഘട്ടത്തിൽ. ഒരേ കുപ്പിയുടെ നിറമേ മാറുന്നുള്ളൂ, വീഞ്ഞു മാറുന്നില്ല. ആ അർത്ഥത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പും ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പാഠം, അതിൽ നിന്ന് മനുഷ്യനൊരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ് എന്നും ഒരു പ്രസ്താവനയുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ലെസൺ ഓഫ് ഹിസ്റ്ററി ഇസ് ദാറ്റ് മാൻ നെവർ ലേൺസ് എ ലെസൺ ഫ്രം ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പാഠം, മനുഷ്യൻ ചരിത്രത്തിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്, പക്ഷെ സത്യമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചാൽ ഒരുപാട് സമൂഹങ്ങൾക്ക് കരകയറാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സാധിക്കും, പ്രയാസങ്ങളെ നേരിട്ട് ഒരു സാമൂഹികമായിട്ടുള്ള സ്വാസ്ഥ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിന് ചരിത്രത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഇന്ത്യയുടെ മതേതര മനസ്സാണ് ഇതിനെല്ലാം ചെറുത്തുന്നു പോന്നിട്ടുള്ളത്. ആ മതേതര മനസ്സ് ഇനിയുള്ള കാലവും അതിനെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു ശങ്കയും വേണ്ടതില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാതിരിയുള്ള ശക്തികൾ ലോകത്തെവിടെയും, ഫാഷിസമായാലും വർഗീയതയായാലും, അത് ഉപയോഗപ്പെടുത്തുന്നത് ചിലപ്പോഴൊക്കെ മതത്തെയാണ്, സംസ്കാരത്തെയാണ്. അതിവിടെയും സംഭവിക്കുന്നു. അതുകൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് മതമാണോ ഇതിൻ്റെ പിറകിൽ എന്നുള്ള ചർച്ചയിലേക്ക് പോലും പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? ലോകത്തെവിടെയൊക്കെ മനുഷ്യരെ പരസ്പരം അകറ്റാനും അവർക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാനും ശ്രമങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിറകിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പൊളിറ്റിക്കൽ അജണ്ടകളാണ്, രാഷ്ട്രീയ കാര്യക്രമങ്ങളാണ്. ആ രാഷ്ട്രീയ കാര്യക്രമങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് സാധിക്കും. ഇന്ത്യയിൽ നടക്കുന്നതും അതാണ്. മതത്തെ ഉപയോഗപ്പെടുത്തുന്നു, പക്ഷെ അത് മതമല്ല എന്ന് കാണാൻ സാധിക്കണം. രാഷ്ട്രീയം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പ്രവണതകൾ, പ്രതിലോമ പ്രവണതകൾ, അതോറിറ്റേറിയനിസം, സമഗ്രാധിപത്യ പ്രവണതകൾ, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന അധികാരത്തിന്റെ പ്രമത്തത, ഇതൊക്കെ ലോകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് മുസോളിനി ചെയ്തത്, ഇത് തന്നെയാണ് ഹിറ്റ്ലർ ചെയ്തത്. ഇറ്റലിയിലെ സന്ദർഭം വ്യത്യസ്തമായിരിക്കാം, ജർമ്മനിയിലെ, പക്ഷെ എന്ത് വ്യത്യസ്തം? ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ ഒരുപോലെ തോന്നിയേക്കും നമുക്ക്. ഒരേ ഘടന, ഒരേ സ്വഭാവം, വിശദാംശങ്ങളിൽ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിശദാംശങ്ങളിൽ പോലും വ്യത്യാസമില്ലാത്ത വിധമുള്ള ഒരു ഏകീഭാവം, ഒരു ഏകീകൃത സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം നേരത്തെ പറഞ്ഞ ചരിത്രത്തിലുള്ള ചില സമാന പ്രവണതകളാണ്. ആ സമാന പ്രവണതകളിലൂടെ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയൊക്കെ തന്നെ അതാണ് ഉണ്ടായത്. മതത്തെ ഉപയോഗപ്പെടുത്തുന്നു, മതത്തെ റാഞ്ചിയെടുക്കുന്നു. ഏതുപോലെ മധ്യപൗരസ്ത്യ ദേശത്തൊക്കെ ചില ഭീകരവാദങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ഖുർആനിലെ ഒരു സൂക്തമെങ്കിലും പഠിച്ചവരായിരിക്കില്ല അവർ. ഒരു സൂക്തം, ഒറ്റ സൂക്തം, മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ചോ മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചോ മനുഷ്യന്റെ ജീവന്റെ വിലയെക്കുറിച്ചോ അതിനെ ആദരിക്കേണ്ടതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ, ബഹുസ്വരതയുടെ 100 കൂട്ടം പാഠങ്ങൾ. ആ പാഠങ്ങൾ പോകട്ടെ, ഒരു ഖുർആന്റെ സൂക്തമോ ഒരു നബി വചനമോ ജീവിതത്തിൽ ഒരിക്കലും കേട്ടവരായിരിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മധ്യപൗരസ്ത്യ ദേശത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട സ്വയം പ്രഖ്യാപിത നേതാക്കന്മാർ, സ്വയം പ്രഖ്യാപിത മതരക്ഷകന്മാർ. മാത്രമല്ല, ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായി ഏറ്റവും ദുരിതമനുഭവിക്കേണ്ടി വന്നത് അവിടങ്ങളിലെ മുസ്ലിങ്ങളാണെന്നും കൂടി വായിക്കുമ്പോഴേ നമുക്കതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. അവർ തകർത്തത് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളാണ്. അവർ കൊന്നൊടുക്കിയത് പാവങ്ങളായ മുസ്ലിം വിശ്വാസികളെയാണ്. അത് മതമല്ല. അതിൻ്റെ ഒക്കെ പിന്നിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ കറുത്ത കരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ലോകത്തെവിടെയും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അധികാര രാഷ്ട്രീയമാണ്. ഇന്ത്യയുടെ വിഭജനം പോലും, ഇന്ത്യയുടെ വിഭജനം ചില ആളുകൾ, സാധുക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മതവിശ്വാസികൾ 2 ചേരിയാകേണ്ടതായിരുന്നില്ലേ?
മത നേതാക്കന്മാരൊക്കെ അതിനെ അംഗീകരിക്കേണ്ടതായിരുന്നില്ലേ? എത്ര ഇസ്ലാമിക പണ്ഡിതന്മാരാണ് വിഭജനത്തിനെതിരെ രംഗത്ത് വന്നത്? എത്ര പേരാണ് ശക്തമായി രാജ്യം മുഴുവൻ പര്യടനം നടത്തിയത്? അതിനെക്കുറിച്ചൊക്കെ എത്ര റിസർച്ച് പഠനങ്ങൾ വന്നിരിക്കുന്നു. ഇത് ആപത്താണ് എന്നവർ എത്ര പറഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയാൽ, കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, രണ്ട് പക്ഷത്തു നിന്നും വിഭജനത്തിന് വേണ്ടി നിലകൊണ്ടവരുണ്ട്. ആദ്യമായി വിഭജനവാദം ഉന്നയിക്കുന്നത് സവർക്കറെ പോലുള്ള ആളുകളാണ്. അതവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ലാലാ ലജ്പത് റായിയെ പോലുള്ള ആളുകളാണ്. അതും അവിടെ ഇരിക്കട്ടെ. അത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നവരിൽ തന്നെ മുസ്ലിം പണ്ഡിതന്മാരെ കാണാൻ സാധിക്കില്ല. പണ്ഡിതന്മാരെ വിഭജനം വേണ്ടെന്ന് പറഞ്ഞ പക്ഷത്താണ് കാണാൻ സാധിക്കുന്നത്. ചരിത്രമാണ് ഞാൻ പറയുന്നത്. കുറെ കൂടി പാശ്ചാത്യ മോഡൽ വിദ്യാഭ്യാസമൊക്കെ നേടിയ മതം പഠിക്കാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ അതിനൊക്കെ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. മതത്തെ ശരിക്ക് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരൊക്കെ ഇന്ത്യയിൽ തന്നെ പാർക്കണം. വിഭജനം തെറ്റെന്ന് മാത്രമല്ല, അനിസ്ലാമികമാണ് എന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്. അത് അന്ന് 1940കളിൽ അവർ ഉപയോഗിച്ച വാക്കാണ്. അത് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയല്ല ഇത്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഒറ്റ കാര്യമാണ്. ലോകത്തെവിടെയൊക്കെ വർഗീയത, തീവ്രത, ഭീകരത തലപൊക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിറകിൽ പൊളിറ്റിക്കൽ അജണ്ടകളാണ്, ഒരു രാഷ്ട്രീയമായ നയപരിപാടികളാണ്, ഭരണകൂടങ്ങളെ കയറ്റലാണ്, ഭരണകൂടങ്ങളെ ഇറക്കലാണ്, ഭരണകൂടങ്ങളെ അട്ടിമറിക്കലാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ ന്യായാന്യായതകൾ വേറെ വശമാണ്. ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് പ്യൂർലി പൊളിറ്റിക്സ്. അത് തീർത്തും കേവലവും രാഷ്ട്രീയമാണ്. അതാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതം അതിനൊരു കക്ഷിയല്ല. പക്ഷെ അത് മതത്തിൻ്റെ മേലങ്കി എളിയുന്നു. അത് മതത്തെ ഹൈജാക്ക് ചെയ്യുന്നു, റാഞ്ചിയെടുക്കുന്നു, മതത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. മതത്തെ എങ്ങനെ കണക്കാക്കാൻ സാധിക്കണം ഇന്ത്യയിൽ? മതത്തെ നോക്കാൻ ആധുനിക ഇന്ത്യയിൽ നോക്കേണ്ടത് ഒറ്റ വ്യക്തിയിലേക്ക് നോക്കിയാൽ മതി. ശരിയായ ഒരു ഹിന്ദു മതത്തെ പഠിക്കാൻ ഒരു ശരിയായ ഹിന്ദുവിനെ വേണമെങ്കിൽ മറ്റന്നാൾ വീണ്ടും ഏതൊരു നിഷ്ഠൂരമായ കൊലപാതകത്തിലൂടെ അവസാനിപ്പിക്കപ്പെട്ട ആ മഹത്തായ ജീവിതം, ഗാന്ധിജിയുടെ ജീവിതം തന്നെയാണ് എക്കാലത്തും അതിനുള്ള സാക്ഷ്യം. ശരിയായ ഹിന്ദു, ശരിയായ ഭഗവത്ഗീതയുടെ അനുയായി, ഭഗവത്ഗീത എല്ലാ ദിവസവും പാരായണം ചെയ്ത ഹിന്ദു എത്രത്തോളം എന്നാൽ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുമാറ് ഗാന്ധിജിയെ. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് പുസ്തകങ്ങൾ പോലും എഴുതപ്പെട്ടിട്ടുണ്ട്. അവസാനം പോലും ഹേ റാം, രാമന്റെ വചനം തൻ്റെ ചുണ്ടിൽ സൂക്ഷിച്ച് നഥുറാം ഗോഡ്സെയുടെ വെടിയുണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് രാമന്റെ പേര് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാത്മാഗാന്ധി, ഏറ്റവും വലിയ ഹിന്ദു, ഏറ്റവും വലിയ മതേതരവാദി. ഇത് രണ്ടും കൂടി ഒത്തുവരുന്ന ഒരു സംഗതിയാണ് ഇന്ന് വളരെയേറെ നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. ഏറ്റവും നല്ല ഹിന്ദു, ദ ബെസ്റ്റ് ഹിന്ദു, ദ ബെസ്റ്റ് സെക്യുലറിസ്റ്റ്. ഗാന്ധിജി ഇല്ലാതെ എന്ത് മതേതരത്വം ഇന്ത്യയിൽ? ഗാന്ധിജി ഖിലാഫത്ത് സമരത്തിനൊക്കെ കൂട്ടുന്നത് എല്ലാ സമുദായങ്ങളുടെയും പങ്കാളിത്തം സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാവാനാണ്. മുസ്ലിങ്ങളുടെ ആരാധനാലയം തകർക്കപ്പെട്ടതിനാണ് ഗാന്ധിജി ഞാൻ ഉപവസിക്കുമെന്ന് പറഞ്ഞിട്ട് അന്നും വെള്ളം കഴിക്കാതെ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. ഞാൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് പറയും, ഏറ്റവും നല്ല മതേതരവാദി എന്ന് പറഞ്ഞല്ലോ, മൂന്നാമതൊന്നുകൂടി ഞാൻ പറയും, ഏറ്റവും വലിയ മുസ്ലിം സ്നേഹി, ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം സ്നേഹി. ഈ കൊന്നാളും പറയുന്നുണ്ട്, ഈ കാരണത്താലാണ് ഞാൻ കൊന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിലും പറയുന്നുണ്ട്, അദ്ദേഹം കോടതി കൊടുത്ത മൊഴിയിലും പറയുന്നുണ്ട്, ഇദ്ദേഹം മുസ്ലിങ്ങളുടെ ആളാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു യഥാർത്ഥ മതത്തെ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം അത് സൗഹൃദപരമാണ്, എത്രമാത്രം അത് വിശാലമാണ്, എത്രമാത്രം അത് മാനുഷികമാണ്, എത്രമാത്രം അത് സൗഹൃദ സമ്പൂർണമാണ്. ആ ബഹുസ്വരതയാണ് എല്ലാ കാലവും മതം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. മതം അങ്ങനെയാണ്. ഇപ്പോൾ വിശുദ്ധ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദിയുടെ മൃതദേഹം മദീനയിലൂടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ നബി തിരുമേനി എങ്ങനെ പെരുമാറി എന്നുള്ളത് ചരിത്രത്തിൽ വളരെ 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 ഗൗരവത്തോടു കൂടി വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ്. നബി എഴുന്നേറ്റ് ബഹുമാനിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗത്തിൽ കടന്നങ്ങ് പറഞ്ഞു പോകും. അങ്ങനെ കടന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സംഭവം അല്ല അത്. മദീനയിൽ യഹൂദികൾ ഉണ്ടായിരുന്നു. ആദ്യം അവിടുന്ന് തുടങ്ങണതിൻ്റെ ധാരണ. പരിശുദ്ധ റസൂൽ അവിടുത്തെ നായകനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അവിടെ യഹൂദികൾ ഉണ്ടായിരുന്നു. അവർ ന്യൂനപക്ഷമായിരുന്നു. അവർക്കൊരു ഭരണഘടന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നു. അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിരുന്നു. ദ ചാർട്ടർ ഓഫ് മദീന, അതൊരു കഥയൊന്നും അല്ലല്ലോ, ചരിത്രമാണല്ലോ. എത്രയോ അതിനെക്കുറിച്ച് പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ദി ചാർട്ടർ ഓഫ് മദീന, മീസാഖുൽ മദീന, മദീനയുടെ കരാർ.
അതിൽ യഹൂദികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായിട്ട് എണ്ണി പറയുന്നു. അവർക്ക് സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം പറയുന്നു. എന്നിട്ട് പറയുന്നു, ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. അപ്പോൾ മതത്തിനതീതമായ ഒരു പൗരത്വത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യമാണ് മദീനയുടെ കരാർ. 1500 കൊല്ലം മുമ്പ് കൂടിയാണെന്ന് ഓർക്കണം. ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഉണ്ടായിട്ടാണ് മനുഷ്യൻ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. മനുഷ്യത്വം, സമത്വം, സാഹോദര്യം ഇതൊക്കെ മനുഷ്യൻ കേൾക്കുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ് ചരിത്രത്തിൽ. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ ഈ യഹൂദന്റെ മൃതദേഹം ആദരിക്കാൻ വേണ്ടി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരോ ചോദിക്കുന്നു, അതൊരു യഹൂദന്റെ ദേഹമല്ലേ എന്ന്. ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. കാരണം യഹൂദികൾ പല പല ഘട്ടത്തിലും കരാർ ലംഘിച്ചും പല പല രീതിയിലും വിശ്വാസവഞ്ചന ചെയ്തും അവർ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്നിട്ടും ലോകത്ത് യഹൂദ ചരിത്രകാരന്മാർ ഒരുപോലെ പറയുന്നത്, ഞങ്ങൾ യഹൂദികൾക്ക് ലോകത്തൊരു നല്ല കാലം ഉണ്ടായെങ്കിൽ അത് മുഹമ്മദിൻ്റെയും മുഹമ്മദിന് ശേഷമുള്ള ഖലീഫമാരുടെയും കാലമാണ്. ഇത് യഹൂദ ചരിത്രകാരന്മാർ പല പുസ്തകങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ബഹുസ്വരതയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നൊരു വിഷയമാണത്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പി സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കാനിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രമേയം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹനൻ മാസ്റ്ററുടെ സംസാരത്തിൻ്റെ ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സംവിധാനമാണ് മതം ആഗ്രഹിച്ചത്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ മതത്തിൻ്റെ മിസ്യൂസ് ആണ്. യൂസ് ആൻഡ് അബ്യൂസ് എന്ന് പറയുന്നത് ലോകത്ത് ഏത് നല്ല കാര്യത്തിനും എപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഉപയോഗവും ദുരുപയോഗവും. അപ്പോൾ രാഷ്ട്രീയം ഈ രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യാൻ പല ഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതാണ്. അത് ഉപനിഷത്തല്ല, ഖുർആൻ പറഞ്ഞിട്ടുള്ളതല്ല. ഇവിടുത്തെ ഈ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പത്തെക്കുറിച്ച് പറയണത്, രക്തം ചിന്താൻ ആഹ്വാനം ചെയ്യുന്നത് പ്രാണരക്ഷയാണ്, ജീവനോടുള്ള ആദരമാണ്. അപ്പോൾ അതൊരു യഹൂദന്റെ ദേഹമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അതിലൊരു ആത്മാവുണ്ടായിരുന്നില്ലേ എന്നാണ് പുണ്യ റസൂൽ തിരിച്ചു ചോദ്യം. ഒരു മറുചോദ്യമായിരുന്നു അതിന് മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നഫ്സ്, ഒരാത്മാവ് റെസ്പെക്ട് ചെയ്യപ്പെടുന്നതാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണപ്പെട്ടാലും അയാളുടെ മൃതദേഹം പോലും ആദരണീയമാണ് എന്ന പാഠം എത്ര വലിയ സംസ്കാരത്തിൻ്റെ പാഠമാണ്, എത്ര വലിയ സംസ്കാരത്തിൻ്റെ സന്ദേശമാണ്. ഇത് തന്നെയാകുന്നു മതം പഠിപ്പിച്ചിട്ടുള്ളത്. അയം നിജപരോവേദി ഗണാനാമു ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്ന് ഉപനിഷത്തിൽ പറയുമ്പോഴും നമ്മളൊക്കെ ആരും എൻ്റേതെന്ന് പറയരുത്. വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട് എന്ന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഉപനിഷത്തിൽ പറഞ്ഞ അവസ്ഥയാണ്. ഇന്ന് ചിലർ ഞാൻ മാത്രം, അയം നിജ പരവേദി ഗണാനാമു ലഘുചേതസാം, ഞാൻ മാത്രം, എൻ്റേത് മാത്രം എന്ന് പറയുന്നവൻ്റെ മനസ്സ് ലഘു മനസ്സാണ്. ആ ചെറിയ മനസ്സുകളാണ് ഇന്നത്തെ പ്രശ്നം. ഉപനിഷത്ത് പറഞ്ഞ ചെറിയ മനസ്സ്, കുട്ടി മനസ്സ്, വലിപ്പമില്ല, വിശാലതയില്ല, വളർച്ചയില്ല, വികാസമില്ല. അതിനെ വികാസത്തിലേക്ക് കൊണ്ടുവരാൻ ബഹുസ്വരതയുടെ, ജനാധിപത്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, മാനവികതയുടെ, വിശാല വീക്ഷണത്തിൻ്റെ ചിന്തയുണ്ടാകണം. മനുഷ്യനെ ആദരിക്കണം. ഒരു കുഞ്ഞും കൊല ചെയ്യപ്പെട്ടുകൂടാ, ഒരാളുടെയും ജീവൻ കവർന്നെടുത്തുകൂടാ. ഒരു പെൺകുട്ടിയെയും ഇന്ന് ഇന്ത്യയിൽ ഒരു പെൺകുഞ്ഞിനോട് ചെയ്യുന്ന അക്രമം പോലും വംശീയതയുടെയും വർഗീയതയുടെയും ഫലമായിട്ടെന്ന് വരികയാണ്. കത്വ പെൺകുട്ടിക്കെതിരെ നടന്ന അങ്ങേയറ്റത്തെ ഹീനമായ ആ ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ബലാത്കാരം, അങ്ങേയറ്റം ഭീകരം, ഓർക്കാൻ പോലും സാധിക്കാത്ത ഏതാനും നിമിഷം ആ പെൺകുട്ടി കടന്നുപോയ ഘട്ടങ്ങൾ ഒരുപക്ഷെ മാനവരാശി ഇന്നോളം അനുഭവിച്ച ദുഃഖത്തേക്കാൾ വലുതായിരിക്കുമെന്ന് പറഞ്ഞു പോകാൻ നമുക്ക് തോന്നിയേക്കും. 7 കടലിലെ വെള്ളത്തേക്കാൾ വലുതായിരിക്കും മനുഷ്യൻ ഇന്നോളം ചിന്തിയ കണ്ണീര് എന്ന് ശ്രീബുദ്ധന്റെ ഒരു പ്രസ്താവനയുണ്ട്. 7 കടലിനേക്കാൾ വലുതായിരിക്കും മനുഷ്യൻ ഇന്നോളം ചിന്തിയ കണ്ണീര് എന്ന പോലെ ആ പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടിയോട് അത് ചെയ്യാൻ ഒറ്റ കാരണം, അവൾ അടങ്ങുന്ന വംശത്തെ കശ്മീർ താഴ്വരയിൽ നിന്ന് ആട്ടിയോടിക്കാനായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്ര കണ്ണിൽ ചോരയില്ലാത്ത, ഹൃദയമില്ലാത്ത, മനുഷ്യത്വത്തിന്റെ ലാഞ്ചനയില്ലാത്ത പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ബഹുസ്വരതയുടെ, ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ വിശാല വേദിക, അതിലപ്പുറം മനുഷ്യത്വം ഉണ്ടെങ്കിലേ മതമുള്ളൂ, മനുഷ്യത്വമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, മനുഷ്യത്വമുണ്ടെങ്കിലേ വ്യക്തിയും സമൂഹവുമുള്ളൂ, ലോകം തന്നെ നിലനിൽക്കുകയുള്ളൂ. അതിനാണ് നമുക്ക്, അത് തിരിച്ചറിയാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്,
വീണ്ടും ചരിത്രത്തെ ഉപജീവിച്ചുകൊണ്ടാണ് ഇന്ന് അയോധ്യ ചർച്ച ചെയ്യപ്പെടുന്നു. വീണ്ടും കോപ്പ് കൂട്ടുന്നു. അവിടെ നിന്നൊരു ന്യൂനപക്ഷ സമുദായം, മുസ്ലിം സമുദായം ആട്ടിയോടിക്കപ്പെട്ട പോലെ മറ്റ് പലയിടത്തേക്കും ഓടിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരെ ഒന്നുണ്ടാകുന്നു എന്ന് പത്രവാർത്തകൾ ദിനേന എന്നോണം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ തന്നെ ജീവിച്ച ഒരു ഹിന്ദു ഉണ്ടായിരുന്നു. വെറും ഹിന്ദു അല്ല, രാമായണം എഴുതിയ ഹിന്ദു. വാൽമീകിയുടെ രാമായണം മലയാളത്തിൽ അധ്യാത്മരാമായണമായിട്ട് മലയാളികൾ പാരായണം ചെയ്യുന്നു ഹൈന്ദവ ഗൃഹങ്ങളിൽ. എന്നാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ പാരായണം ചെയ്യുന്ന രാമായണം രാമചരിത മാനസമാണ്. അത് എഴുതിയത് തുളസീദാസാണ്, തുളസി. ആ തുളസി പറയുകയാണ്, തുളസിയുടെ വാക്കുകളോടെയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ദൂത് കഹിയെ, എന്നെ ദൂതെന്ന് വിളിച്ചോ. അവധൂത് കഹിയെ, അവധൂതെന്ന് വേണമെങ്കിൽ വിളിച്ചോ. ദൂൽഹ കഹിയെ, തുന്നൽക്കാരെന്ന് വേണമെങ്കിൽ വിളിച്ചോ. എന്ത് പേരിട്ട് വിളിച്ചോ. ഞാൻ എൻ്റെ മകന് പെണ്ണന്വേഷിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. രാമായണത്തിൻ്റെ രാമചരിത മാനസത്തിൻ്റെ രചയിതാവായ തുളസി പറയുകയാണ്, എന്നെ എന്ത് പേരിട്ട് വിളിച്ചാൽ എന്താ, ഞാൻ ഭിക്ഷ തണ്ടി ജീവിക്കുകയും മസ്ജിദിൽ പാർക്കുകയും ചെയ്യുന്ന ഒരുത്തനാണ്. എൻ്റെ ഉപജീവനം കിട്ടുന്ന ഭിക്ഷയാണ്, എൻ്റെ പാർപ്പ് മസ്ജിദിലാണ്. ഫൈസാബാദിലെ ഒരു മസ്ജിദിന്റെ മുറ്റത്ത് പുല്ലുവായി വിരിച്ചിട്ടായിരുന്നു തുളസിയുടെ കിടപ്പും വിരിപ്പും. മെഹജിദ് മേ രഹിയോ, എൻ്റെ പാർപ്പ് മസ്ജിദിലാണ്, എൻ്റെ ഉപജീവനം ഭിക്ഷ ഇതാണ്. ഇത് രാമായണം എഴുതിയ തുളസീദാസന്റെ വാക്കുകളാണ്. ആ രാമായണമാണ് കേരളത്തിന് പുറത്ത് സകല ഹിന്ദു വീടുകളിലും, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ ഹിന്ദു സഹോദരങ്ങൾ പാരായണം ചെയ്യുന്ന രാമായണം. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവർക്കൊക്കെ മതം കരുണയായിരുന്നു, അവരുടെ മനസ്സ് നിറയെ കരുണയായിരുന്നു. പ്രളയം ഉണ്ടായപ്പോൾ കേരളം രക്ഷപ്പെട്ടത് ആ കരുണ കൊണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ, മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ്. ഖുർആന്റെ ഏറ്റവും വലിയ വിഷയമാണ് കരുണ. മതം കരുണയാണ്. കടന്നു വരുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ മതത്തിൻ്റെ കാരുണ്യ തുരുത്തുകളെ തകർക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ വിസ്ഡം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജനജാഗ്രത സദസ്സ്, ജനങ്ങളുടെ ജാഗ്രത തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാവൽ, ജനങ്ങളുടെ ജാഗ്രത തന്നെയാണ് മതേതരത്വത്തിൻ്റെ കാവൽ. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നാട്ടിലെ ജനമനസ്സ് ഉണർത്തേണ്ട ഒരു സമയത്ത്, ജാഗ്രതാക്കേണ്ട ഒരു സമയത്ത്, ജാഗ്രത ജാഗ്രത എന്നാണല്ലോ എല്ലാവരും കവികളും കലാകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ജാഗ്രതയുടെ സമയമാണ്. അന്ധേരി രാത്, ഇരുട്ടുള്ള രാത്രി. ഛായി ബദലി കാലി ഹേ, കറുത്ത കാർമേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സോനവാലോ ജാഗ്തേ രഹോ, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർന്നെണീറ്റാലും. അബ് ചോറോം കിരഖ്വാലി ഹേ, ഇത് തസ്കരന്മാർ നാടുവാഴുന്ന കാലമാണ് എന്ന് പണ്ട് കവി പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം ജാഗ്രതകൾ നമുക്ക് കൈമോശം വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിൻ്റെ ഉദ്ഘാടനം കാരുണ്യവാനായ സർവശക്തൻ്റെ നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും, വേദിയിലുള്ള എല്ലാ മഹത്തുക്കളുടെയും, സദസ്സിലുള്ള മഹത്തുക്കളുടെയും, ഇവിടെ സംസാരിക്കാനിരിക്കുന്ന എൻ്റെ സുഹൃത്ത് മോഹനൻ മാഷ് അടക്കമുള്ള ജനനേതാക്കളുടെയും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിക്കും.